കോഡ് ഓൺ വേജസ് എന്ന് പറയുന്ന ബില്ല് സ്പെസിഫിക്കലി തന്നെ കുറച്ച് വർക്കേഴ്സിനെ ഇതിൽ നിന്നും ഔട്ടാക്കുന്നുണ്ട്. ഗിഗ് വർക്കേഴ്സിനെ ഇവർ വർക്കേഴ്സായിട്ട് കാണുന്നില്ല, തൊഴിലാളികളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അവർക്ക് മിനിമം വേജ് കിട്ടില്ല. ഗവൺമെൻറ് ഓപ്പൺലി എംപ്ലോയീസ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്ത ചില വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആശാ വർക്കർ, അംഗൻവാടി, ഇവരൊന്നും വർക്കേഴ്സായിട്ട് ഈ ബില്ല് അക്നോളജ് ചെയ്യുന്നില്ല. എനിക്കിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ളത് മീഡിയകളുടെ ഹിപ്പോക്രസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ആശാ വർക്കറുടെ സമരം നടന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ മീഡിയകളെല്ലാം അതിനെ വളരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു സമരമാണ്. അതായത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഭയങ്കര ദ്രോഹം ഇവരോട് ചെയ്യുന്നുണ്ട്, ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ അത് പൊലിപ്പിച്ച് കാണിച്ചു. ബട്ട് ഈ ആശാ വർക്കേഴ്സിനെ വർക്കർ സ്റ്റാറ്റസ് പോലും നിഷേധിക്കുന്ന ഒരു സെൻട്രൽ ബില്ല് പാസ്സാകുമ്പോൾ ഈ മീഡിയകൾ ഇതിനെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മിനിമം വേജും ഈ കോഡ് ഓൺ വേജസിൻ്റെ പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനിൽ നിന്നും ഇവർ വെളിയിൽ പോവുകയാണ്. ബേസിക്കലി ഇന്ത്യൻ സർക്കാർ പറയുന്നത് ഇവർ വർക്കേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ മിനിമം വേജ് ഇവർക്ക് കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ലെന്നാണ്. അങ്ങനെ ഒരു വർക്കർ സ്റ്റാറ്റസ് എന്ന് പോലും എടുത്തു കളയുമ്പോൾ മീഡിയകൾക്കൊരു കുഴപ്പമില്ലെന്നല്ല, ഈ വർക്കേഴ്സ് യുണൈറ്റ് ചെയ്ത് ഭാരത് ബന്ദ് അല്ലെങ്കിൽ ദേശീയ പണിമുടക്ക് ചെയ്യുമ്പോൾ എന്താ ഇത് ജനങ്ങൾ വലയുന്നു, അതാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ, അവിടെ അക്രമം ചെയ്യുന്നത്, ഇവിടെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, ഒരുത്തന് മരുന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനെ ചർച്ച ചെയ്യുന്നു. വാട്ട് എ ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് വർക്കർ സ്റ്റാറ്റസ് കൊടുക്കാതിരിക്കുകയും ഇവരെ മിനിമം വേജസിൻ്റെ പെർവ്യൂവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നല്ലേ.